എല്ലാവർക്കും നമസ്കാരം. കർണൻ്റെ ജീവിതകഥ 2 ഭാഗങ്ങളിൽ നമ്മൾ പറഞ്ഞത് എല്ലാവരും കേട്ടുവല്ലോ. കേൾക്കാത്തവർ അത് കേട്ടതിന് ശേഷം വേണം ഈ 3-ാം ഭാഗം കേൾക്കുവാൻ. 3-ാം ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്കറിയാം, കർണൻ 2-ാം ഭാഗത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ പറഞ്ഞത് കർണൻ പരശുരാമൻ്റെ അരികിൽ പോകുന്നു, വിദ്യ നേടുന്നു. ഒടുവിൽ അവൻ ബ്രാഹ്മണനല്ല സൂതപുത്രനാണ് എന്ന് മനസ്സിലാക്കിയ പരശുരാമൻ അവനെ ശപിക്കുന്നു. തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ബ്രാഹ്മണൻ്റെ ശാപവും ഏൽക്കുന്നു എന്നുള്ളതെല്ലാം നമ്മൾ അന്ന് പറഞ്ഞു. ഈ 2 ശാപവും പേറിക്കൊണ്ടാണ് കർണൻ തിരിച്ച് തൻ്റെ രാജ്യത്തെത്തുന്നത്. താൻ രാജ്യത്ത് തിരിച്ചെത്തുന്ന ദിവസം ആ രാജ്യത്ത് വലിയൊരു ആഘോഷം നടക്കുകയായിരുന്നു. എന്തായിരുന്നറിയാമോ? രാജകുമാരന്മാരായിട്ടുള്ള കൗരവരുടെയും പാണ്ഡവരുടെയും ആയുധാഭ്യാസ പ്രകടനം നടക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മളൊക്കെ സാധാരണ നന്നായി ഒരു വർഷം പഠിച്ച് കുറേ കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം പഠിച്ചു എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു പരീക്ഷ നടത്താറുണ്ട്. അതുപോലെ പണ്ടൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ആയുധാഭ്യാസ ങ്ങളൊക്കെ അവർ അഭ്യസിച്ച് കഴിഞ്ഞാൽ, എല്ലാ ആയുധങ്ങളും പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെത്രത്തോളം പഠിച്ചു അല്ലെങ്കിൽ എത്രത്തോളം മിടുക്കുണ്ട് അവർക്ക് ഓരോരോ ആയുധങ്ങൾ ഉപയോഗിക്കാൻ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടും, അതായത് രാജാക്കന്മാർക്കും കൊട്ടാരത്തിലുള്ളവരെയും നാട്ടിലുള്ള ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആയുധാഭ്യാസ പ്രകടനം നടത്താറുണ്ട്. അങ്ങനെ കൗരവരുടെയും പാണ്ഡവരുടെയും വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അവരുടെ ആയുധാഭ്യാസ പ്രകടനം നടക്കുന്ന ദിവസമാണ് കർണൻ തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ ആയുധാഭ്യാസ പ്രകടനം നടക്കുമ്പോൾ എങ്ങനെയാണെന്നറിയോ? ആ നാട്ടിലുള്ള ആളുകൾ മുഴുവൻ അവിടെ വന്ന് ഇങ്ങനെ കാണാനായിട്ടിരിക്കും. ഇപ്പം നമ്മളൊരു ഫുട്ബോൾ മത്സരമോ അല്ലെങ്കിൽ ക്രിക്കറ്റ് മത്സരമൊക്കെ നടത്തുമ്പോഴുള്ള പോലെയുള്ള ഒരു ഗാലറി പോലെയൊക്കെയാണ് ഉണ്ടാവുക. അതിൽ ആ നടുവിലുള്ള ഇപ്പോൾ കളിയൊക്കെ നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതുപോലെയുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് ഇവർ തങ്ങളുടെ കഴിവുകൾ കാണിക്കുക. അപ്പോൾ ചുറ്റും ഇങ്ങനെ ആളുകൾ ഇരുന്നിട്ട് അത് കാണും. അപ്പോൾ അങ്ങനെ രാജാവും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ഭീഷ്മർ, ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി എല്ലാവരും അവിടെ ഉണ്ട്. അങ്ങനെ ആ ആയുധാഭ്യാസ പ്രകടനം അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഓരോരോ ആളുകൾ ഓരോന്നിലായിരിക്കും. കേമന്മാർ, ദുര്യോധനൻ, അതുപോലെ തന്നെ ഭീമൻ, ദുശാസനൻ, അവരൊക്കെ ഗദായുദ്ധത്തിലാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലാണ് അവരെല്ലാവരും ഓരോരുത്തരായി അവരവരുടെ കഴിവൊക്കെ പ്രദർശിപ്പിച്ചു. ജനങ്ങളൊക്കെ കൈയടിക്കുന്നു, അവരെ പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ദ്രോണാചാര്യർ, അവരുടെ ഗുരുവാണ് ദ്രോണാചാര്യർ വന്നിട്ട് അർജുനനെ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് നിർത്തിയിട്ട് പറയാണ്, ഇതാണ് അർജുനൻ, പാണ്ഡവ മധ്യമൻ. അതായത് പാണ്ഡുവിന് 5 മക്കളാണ് പാണ്ഡവരുള്ളത്, അതിൽ 3-ാമത്തവനാണ് അർജുനൻ. അപ്പോൾ പറയാണ്, എൻ്റെ മകനേക്കാൾ എനിക്കിഷ്ടമുള്ള അർജുനനാണിവൻ, ഇവൻ അസ്ത്രവിദ്യയിൽ കേമനാണ് എന്ന് പറയും. അങ്ങനെ അർജുനനെ പരിചയപ്പെടുത്തിയിട്ട് അർജുനൻ്റെ അസ്ത്രവിദ്യയിലുള്ള പാടവം എല്ലാവരോടും ആസ്വദിക്കൂ, നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞ് അർജുനനോട് തൻ്റെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറയാണ്. അർജുനൻ തനിക്കറിയാവുന്ന രീതിയിൽ വളരെ മനോഹരമായ രീതിയിൽ അസ്ത്രവിദ്യയിലുള്ള തൻ്റെ കഴിവ് നന്നായിട്ട് അങ്ങോട്ട് പ്രദർശിപ്പിച്ചു. ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കുന്തിദേവിക്ക് നല്ല സന്തോഷമായി. കാരണം ഇത്രയും മിടുക്കനാണല്ലോ, വില്ലാളി വീരനാണല്ലോ തൻ്റെ മകൻ എന്നൊക്കെ അറിഞ്ഞ് വളരെയധികം സന്തോഷമായി ഭീഷ്മർ. അങ്ങനെ അവിടെയുള്ളവരെല്ലാവരും സന്തോഷിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു പരിപാടി നടക്കുന്ന ആ സ്ഥലത്തിൻ്റെ വാതിൽക്കൽ നിന്ന് ഉറക്കെ ഒരു കയ്യടിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അപ്പം ഇവരെല്ലാം അവിടെ ഉള്ളവരൊക്കെ ധാരാണ് ഇവിടെ വന്നിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഉറക്ക കയ്യടിക്കുന്നത് എന്ന് കരുതി നോക്കുമ്പോൾ നല്ല തേജസ്സോട് കൂടിയിട്ടുള്ള ഒരാളെ കാണുകയാണ്. ആ തേജസ്സോട് കൂടിയിട്ടുള്ള ആളുടെ കാതിലും അതുപോലെ തന്നെ നെഞ്ചത്തുള്ള പടച്ചട്ടി ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആരാണെന്ന്, ഇല്ലേ? കർണനാണ് വന്നത്. അപ്പോൾ കർണൻ്റെ കവചകുണ്ടലങ്ങൾ ജന്മനാലുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക തേജസ്സാണ്. അപ്പോൾ കർണനെ ഇങ്ങനെ കണ്ടിട്ട് ആളുകളൊക്കെ, ഇതാരാ അത്? വളരെ തേജസ്സോട് കൂടിയിട്ടുള്ള ഒരാൾ വരുന്നുണ്ടല്ലോ, നമ്മൾ ഇതുവരെ ഇയാളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ. കാരണം കർണൻ കുറേ കാലങ്ങളായിട്ട് പരശുരാമൻ്റെ അടുത്താണല്ലോ. ആളുകളൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. ആരാണെന്നറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട് എല്ലാവരുടെ മുമ്പിലും. അപ്പോൾ കർണൻ വന്നിട്ട് പറയാണ്, ഇവിടെ അർജുനൻ കാണിച്ച എല്ലാ വിദ്യകളും അവനേക്കാൾ നന്നായിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അർജുനൻ കാണിച്ചിട്ടുള്ള എല്ലാ അസ്ത്രവിദ്യകളും അർജുനൻ ചെയ്തതിനേക്കാൾ കേമത്തിൽ അവിടെ കർണൻ ചെയ്ത് കാണിക്കുകയാണ്. ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നു. കാരണം അവർ നോക്കുമ്പോൾ അവർ വിചാരിച്ചത് അവരുടെ രാജകുമാരനായിട്ടുള്ള അർജുനനോളം ഇനി ഒരാൾക്കും ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ അതിനേക്കാൾ നന്നായിട്ട് ചെയ്യണ കണ്ടപ്പോൾ ജനങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ കൈയടിക്കുകയാണ്. അർജുനന് ദേഷ്യവും നാണക്കേടൊക്കെ. കാരണം താൻ ഇത്രയും കേമനാണ്, എന്നിട്ട് തന്നെ വെല്ലുവിളിക്കാൻ
പാകത്തിന് ഒരുത്തം വന്ന് നിൽക്കുന്നു. അർജുനന് അതങ്ങോട്ട് ഇഷ്ടമായില്ല. ദ്രോണാചാര്യർക്കും ഒരു വല്ലായ്മ തോന്നി. കാരണം ദ്രോണാചാര്യർക്ക് അറിയാലോ, കർണനെ കുറച്ച് കാലമൊക്കെ സാധാരണ ധനുർവിദ്യ പഠിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷെ അവനെ പറഞ്ഞു വിട്ടപ്പോൾ അവൻ എവിടെയെങ്കിലും പോയി ഇത്രയധികം വിദ്യ നേടി തൻ്റെ ശിഷ്യനായിട്ടുള്ള അർജുനേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന രീതിയിൽ അവൻ തിരിച്ചു വരുമെന്ന് ഒരിക്കലും ദ്രോണാചാര്യർ കരുതിയിട്ടില്ല. അപ്പോൾ ദ്രോണാചാര്യരുടെ മുഖമൊന്നും മങ്ങി. ഉടനടി കർണൻ എന്താ ചെയ്യണമെന്നറിയോ? അർജുനനെ അങ്ങോട്ട് വെല്ലുവിളിക്കുകയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ വരൂ, അസ്ത്രവിദ്യയിൽ നീ എന്നോടൊന്ന് മത്സരിക്കൂ എന്ന് പറയും. അർജുനൻ ചാടി എഴുന്നേറ്റു. കാരണം താൻ തന്നെയാണ് കേമൻ എന്നാണ് അർജുനൻ്റെ അപ്പോഴും വിചാരം. പക്ഷെ ദ്രോണാചാര്യർക്ക് മനസ്സിലായി, ഇപ്പം ചിലപ്പോൾ നേരിട്ട് അവർ തമ്മിൽ ഏറ്റുമുട്ടിയാൽ ഒരു പക്ഷേ അർജുനൻ തോൽക്കുമെന്നറിയാമായിരുന്നു. ഉടനെ തന്നെ ദ്രോണാചാര്യരുടെ നിർദ്ദേശപ്രകാരം മറ്റൊരു ആചാര്യനായിട്ടുള്ള കൃപാചാര്യരുണ്ട്. കൃപര് ചാടി എഴുന്നേറ്റിട്ട് എന്ത് പറയുന്നറിയോ? കർണൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറയും, ശരി, നിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏറ്റുമുട്ടുന്നതിന് മുമ്പ് നിൻ്റെ ജാതി ഏതാണ്, നീ ഏത് രാജാവിൻ്റെ മകനാണ്, നീ ഏത് കൊട്ടാരത്തിലെയാണ്, നിൻ്റെ കുലം എന്താണ് എന്നൊക്കെ പറയണം. കാരണം അത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വളരെ അടുത്ത രണ്ട് രാജവംശമാണെങ്കിൽ നമ്മൾ തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ലല്ലോ, നമ്മൾ സുഹൃത്തുക്കളായിരിക്കും. അതല്ല, ഏറ്റുമുട്ടാൻ പാകത്തിലുള്ള രാജവംശമാണെങ്കിൽ ഏറ്റുമുട്ടാം. അപ്പോൾ അതുകൊണ്ട് നീ ഇതൊക്കെ വെളിപ്പെടുത്തിയേ പറ്റൂ എന്ന് പറയും. അപ്പോൾ ദ്രോണാചാര്യർക്ക് അറിയാം ഇവൻ ആരാണ്, ഇവൻ്റെ അച്ഛൻ ആരാണെന്നുള്ളതൊക്കെ ദ്രോണാചാര്യർക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് കൃപരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. അത് ചോദിച്ചപ്പോൾ കർണൻ്റെ തല താഴ്ന്നു. കാരണം കർണന് സൂതപുത്രനാണ് താൻ എന്നുള്ളത് കർണൻ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന് കർണന് അറിയാം. കർണൻ ഒരു രാജാവിൻ്റെയും മകനല്ല. അങ്ങനെ കർണൻ ആകെ ഇങ്ങനെ എന്താ പറയുക, വളരെ നാണത്തോട് കൂടിയിട്ട് മോശമായി. കാരണം വെച്ചാൽ തനിക്ക് തൻ്റെ വെളിപ്പെടുത്താനായിട്ടൊരു രാജവംശമൊന്നും തനിക്കില്ല. അപ്പോൾ കർണൻ തല താഴ്ത്തി നിൽക്കുകയാണ്. കർണൻ തല താഴ്ത്തി നിൽക്കുമ്പോൾ കൗരവരിൽ മൂത്തവനായിട്ടുള്ള ദുര്യോധനന് എപ്പോഴും അർജുനൻ, അങ്ങനെ പാണ്ഡവരെ അവരുടെ ശത്രുപക്ഷത്താണ് എപ്പോഴും കൗരവന്മാർ കാണുന്നത്. അപ്പോൾ അർജുനനാണെങ്കിൽ കേമനാണ് അസ്ത്രവിദ്യയിൽ. അപ്പോൾ അർജുനന് തുല്യനായിട്ടുള്ള ഒരാൾ തൻ്റെ കൂട്ടത്തിലില്ല എന്നുള്ളൊരു വിഷമം എപ്പോഴും ദുര്യോധനനുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ കർണൻ നല്ല മിടുക്ക് കാണിച്ചപ്പോൾ തന്നെ ദുര്യോധനൻ്റെ ഉള്ളിൽ ഇവനെ നമ്മുടെ സംഘത്തിലേക്ക് ചേർത്താലോ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇവരിങ്ങനെ ചോദിച്ചപ്പോൾ തല താഴ്ത്തി നിൽക്കുന്ന കർണനെ കണ്ടത്. ദുര്യോധനൻ ചാടി അങ്ങ് എഴുന്നേറ്റ് ചെന്നിട്ട് പറയാണ്, വളരെ കേമന്മാരായിട്ടുള്ള ആളുകളുടെ പിതൃത്വത്തെയോ അല്ലെങ്കിൽ അവരെവിടെ നിന്ന് വന്നു അല്ലെങ്കിൽ അവരുടെ കുലമഹിമ ഏതാണ് എന്ന് ചോദിക്കാൻ പാടില്ല. നദികളുടെയും മറ്റും ഉറവിടം നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇത്രയും കേമനായിട്ടുള്ള ഇവൻ എന്തായാലും ഒരു മാൻപേടയ്ക്ക് പിറന്നതാവില്ല. വളരെ കേമനായിട്ടുള്ള ഒരാളുടെ മകൻ തന്നെയാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഒരു രാജാവിനോട് മാത്രമേ അർജുനൻ യുദ്ധം ചെയ്യൂ എന്നുണ്ടെങ്കിൽ ഞാനിതാ എൻ്റെ അംഗരാജ്യം കർണന് നൽകുന്നു എന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ എന്തുണ്ടായി? വേഗം തന്നെ അഭിഷേകത്തിനുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് കർണനെ രാജാവായിട്ട് ദുര്യോധനൻ അഭിഷേകം ചെയ്തു. അപ്പോൾ കർണൻ സൂതപുത്രനാണോ അങ്ങനെയുള്ളൊരു വിഷയമില്ലല്ലോ. പിന്നെ കർണനെ രാജാവാക്കി അംഗരാജ്യത്തിൻ്റെ അധിപനായിട്ട് അഭിഷേകിക്കുകയാണ്. അപ്പോൾ കർണൻ ഇങ്ങനെ എന്താ പറയുക, ആകെ ഇതായി എന്താ ഇപ്പോൾ സംഭവിച്ചതെന്ന് അറിയണില്ല. കാരണം ആയുധാഭ്യാസ വേദിയിൽ തൻ്റെ കഴിവ് പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്നു. അവിടെ നന്നായിട്ട് തനിക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ തൻ്റെ വീട്ടുകാരാര്, തൻ്റെ കുലം ഏത് എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ നാണം കെടേണ്ടി വന്നു. പക്ഷേ തന്നെ നാണക്കേടിൽ നിന്ന് എന്നേക്കുമായി മോചിപ്പിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ ദുര്യോധനൻ കടന്നു വരുന്നു. തന്നെ രാജാവായി അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ കർണൻ്റെ ഒരു സ്വപ്നം പോലെയാണ് ഇതൊക്കെ തോന്നുന്നത്. ഉടനെ തന്നെ കർണൻ ദുര്യോധനനോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഞാൻ എന്താണ് ഇതിന് പകരമായി തരേണ്ടത് എന്ന് ചോദിക്കും. അപ്പോൾ ദുര്യോധനൻ എന്താ പറയാന്നറിയോ? കർണ, നീ എനിക്കൊന്നും തരണ്ട, മരണം വരെ നീ എന്നെ ഒരു സുഹൃത്തായി കരുതിയാൽ മതി എന്ന് പറയും. കർണൻ പറയും, എൻ്റെ മരണം വരെ അങ്ങയെ ഞാൻ എൻ്റെ ഏറ്റവും ആത്മാർത്ഥമായ സുഹൃത്തായി കരുതും എന്ന് വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഞാൻ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രംഗത്തിന് തന്നെയാണ് നമ്മളവിടെ സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ അതേസമയം കാണികളുടെ ഇടയിൽ ഇരിക്കുന്ന കുന്തിദേവിയെ സംബന്ധിച്ച് കർണൻ കടന്നു വന്ന വഴിക്ക് മനസ്സിലായി, ഇതാ വരുന്നു താൻ നദിയിൽ ഉപേക്ഷിച്ച തൻ്റെ മകൻ. കാരണം കവചകുണ്ടലങ്ങൾ കണ്ട വഴിക്ക് മനസ്സിലായി വന്നു. തൻ്റെ മകൻ കഴിവൊക്കെ കാണിച്ചപ്പോൾ നല്ല സന്തോഷമായി കുന്തിദേവിക്ക്. കാരണം അർജുനനെ പോലെ തന്നെ തൻ്റെ മൂത്തപുത്രൻ, ആരും അറിഞ്ഞിട്ടില്ലെങ്കിലും അത് തൻ്റെ മൂത്തപുത്രൻ തന്നെയാണ്, അവനും കേമനാണല്ലോ എന്ന് കരുതി സന്തോഷിച്ചു. പക്ഷെ അടുത്ത നിമിഷം കർണൻ അർജുനനെ യുദ്ധത്തിന് വിളിക്കുകയാണ്, പോരിന് വിളിക്കുകയാണ്. അതോടുകൂടി കുന്തിദേവി അങ്ങ് തളർന്ന് മയങ്ങി വീഴും അവിടെ. അപ്പോൾ ആളുകളൊക്കെ വിചാരിക്കുക എന്താണ്, അയ്യോ അർജുനനെ കർണൻ പോരിന് വിളിച്ചപ്പോൾ അർജുനൻ യുദ്ധം ചെയ്യാൻ പോകുന്നത് കണ്ടിട്ടുള്ള വിഷമം കൊണ്ടാവും എന്നാണ് കരുതുക. യഥാർത്ഥത്തിൽ അതല്ലായിരുന്നു കുന്തിദേവിയുടെ വേദന. തൻ്റെ 2 മക്കളാണല്ലോ ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നുള്ള വേദനയായിരുന്നു അവിടെ കുന്തിദേവിക്ക് ഉണ്ടായത്. അങ്ങനെ കർണനെ അംഗരാജാവ്
രാജാവായി അഭിഷേകം ചെയ്തു. പിന്നെ അവിടെ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായില്ല. അതോടുകൂടി ദുര്യോധനോടൊപ്പം കർണൻ അങ്ങ് പോവുകയാണ്. അവിടെ നിന്ന് തുടങ്ങി നമുക്ക് മറ്റൊരു രീതിയിലേക്കുള്ള ഇനി കർണൻ്റെ ജീവിതം, ദുര്യോധനോട് ഒത്തുചേർന്നിട്ടുള്ള കർണൻ്റെ ജീവിതം, കർണനെ സുഹൃത്തായി കിട്ടിയതിൻ്റെ പേരിൽ പിന്നീട് ദുര്യോധനൻ ചെയ്യുന്ന, കാരണം ദുര്യോധനന് ഭയങ്കര ആത്മവിശ്വാസം കൂടി, ശക്തിയുള്ള ഒരാൾ തൻ്റെ ഭാഗത്ത് വന്നു എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി. തുടർന്ന് ഒരുപാട് കാര്യങ്ങൾ കർണൻ്റെ ജീവിതത്തിനും അതോടൊപ്പം തന്നെ പാണ്ഡവരുടെയും കൗരവരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആ കഥ അടുത്ത ഭാഗത്തിൽ പറഞ്ഞു തരാം. കഥകൾ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട് എന്ന് കരുതുന്നു. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.